ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പനീർ തവ മസാലൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പനീർ തവ മസാല ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം പനീറാണ്. ഇത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ്. ആദ്യം നമുക്ക് ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഈ പനീറിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പനീറിൽ ഈ മസാല ഒക്കെ നന്നായിട്ട് കോട്ടാവണം. ഇപ്പോൾ അതാ പനീറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഒരു തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ്ഡ് സവാളയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സോട്ടായി വരണം. പെട്ടെന്ന് സോട്ടായി വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം സോട്ടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ്. ഇനി ഇത് നന്നായിട്ട് വാടി വരണം. ഇപ്പോൾ അതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്: റെഡ്, ഗ്രീന്, യെല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. നമ്മുടെ പനീർ തവ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ആയിട്ടുള്ള പനീർ തവ മസാല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. And thanks for watching my video. Please like, comment and subscribe my channel.